സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ്യ സാരമേ നിൻ സ്നേഹ ഭിക്ഷയ്ക്കായി നീറി നിൽക്കും തുളസീദളമാണു ഞാൻ കൃഷ്ണ തുളസീദളമാണു ഞാൻ സ്വരരാഗ ഗംഗാ പ്രവാഹമേ നിന്നെയും എന്നെയും ഒന്നിച്ചിണക്കി നിരുപമനാദത്തിൻ ലോലതന്തു നിന്നെയും എന്നെയും ഒന്നിച്ചിണക്കി നിരുപമനാദത്തിൻ ലോലതന്തു നിൻ ഹാസ്യരശ്മിയിൽ മാണിക്യമായി മാറി ഞാനെന്ന നീഹാരബിന്ദു നിൻ ഹാസ്യരശ്മിയിൽ മാണിക്യമായി മാറി ഞാനെന്ന നീഹാരബിന്ദു സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ്യ സാരമേ നിൻ സ്നേഹ ഭിക്ഷയ്ക്കായി നീറി നിൽക്കും തുളസീദളമാണു ഞാൻ കൃഷ്ണ തുളസീദളമാണു ഞാൻ സ്വരരാഗ ഗംഗാ പ്രവാഹമേ ആത്മാവിൽ നിൻ രാഗസ്പന്ദനമില്ലെങ്കിൽ ഈ വിശ്വം ചേതന ശൂന്യമല്ലോ ആത്മാവിൽ നിൻ രാഗസ്പന്ദനമില്ലെങ്കിൽ ഈ വിശ്വം ചേതന ശൂന്യമല്ലോ എൻ വഴിത്താരയിൽ ദീപം കൊളുത്തുവാൻ നീ ചൂടും കോടീരമില്ലേ എൻ വഴിത്താരയിൽ ദീപം കൊളുത്തുവാൻ നീ ചൂടും കോടീരമില്ലേ സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ്യ സാരമേ നിൻ സ്നേഹ ഭിക്ഷയ്ക്കായി നീറി നിൽക്കും തുളസീദളമാണു ഞാൻ കൃഷ്ണ തുളസീദളമാണു ഞാൻ സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വരരാഗ ഗംഗാ പ്രവാഹമേ താങ്ക് യു അഭിനന്ദ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പക്കമായിരുന്നു, പക്കമായിട്ട് തന്നെ പാടി. എനിവേ നമുക്ക് നമ്മുടെ ചേട്ടനെ ചേച്ചിമാരത്ത് ചോദിക്കാം. സൗഭാഗ്യ ചേച്ചി. ഒത്തിരി ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിട്ട് പാടി. അതൊരു ടഫ് സോങ് ആണ്, ഇത്രയും സ്കെയിൽസ് ഒക്കെ മാറി മാറി അതായത് സ്റ്റാർട്ടിങ് തന്നെ ഹൈ പിച്ചിലേക്കൊക്കെ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മോൻ്റെ ഒരു ക്ലിയർ വോയിസ് ആണ്. വളരെ നന്നായിട്ട് പാടി. ഈ അറ്റയറിലൊക്കെ മുൻ പാടുന്നത് കാണാൻ നല്ല ഒരു രസം ഉണ്ടായിരുന്നു കാണാൻ. കീപ്പ് ഇറ്റ് അപ്പ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അഭിനന്ദൻ്റെ അടുത്ത്.
കീപ് ഗോയിങ്. താങ്ക് യു. വിവേകേട്ടാ. അഭിനന്ദിന് ഒരു എന്താ പറയുക, ഒരു 100 അഭിനന്ദനങ്ങൾ. അത് അരമണിക്കൂറായിട്ട് ആലോചിക്കണം. അതുകൊണ്ടാണ് തെറ്റിക്കേട്ടത്. പ്രാക്ടീസ് ചെയ്യാം. അഭിനന്ദനങ്ങൾ ലാസ്റ്റ് ഒപ്പിച്ചു. വെരി ഗുഡ് വിവേക്. വിവേകേട്ടാ, ഞാൻ വിവേകേട്ടാ വന്ന കമന്റ്സ് പറയൂ. അതാ പറഞ്ഞിരുന്നത്, ഞാൻ വന്ന എപ്പിസോഡ് മുതലുള്ളത് പറയുവാണെങ്കിൽ അഭിനന്ദിന്റെ പെർഫോമൻസ് ഓരോ ഡേ ബൈ ഡേ ഇങ്ങനെ മുകളിലോട്ട് പൊക്കോണ്ടിരിക്കും ഗ്രാഫ്. അത് കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വന്ന സമയത്ത് ഫസ്റ്റ് പെർഫോമൻസ് ഒക്കെ അഭിനന്ദൻ കുറച്ച് ഒരു എന്താ പറഞ്ഞാൽ ഒരു പേടിയും, വന്ന് ജസ്റ്റ് പാടുക പോവുക അങ്ങനെയുള്ള ഇത്. പറ്റുക കണ്ണിലൊക്കെ നമുക്കൊരു പേടി അറിയാൻ പറ്റുമായിരുന്നു. ഈ ചിരിയൊന്നും ഇല്ല, അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുമായിരുന്നു. ഇപ്പം ആ ഒരു കോൺഫിഡൻസ് ലെവലിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഡ്രസ്സിങ് മാറി. ആ ഡ്രസ് കേട്ടാ. ഓ ഫൈനലി. ഇതാണ് സ്നേഹം, കണ്ടുപഠിക്കും. അതെ, അപ്പൊ എന്റെ മാമന്റെ മോള് വേണ്ടത്ര ഗുണങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഫീസ് കൊടുത്തിട്ടാണ് ട്രെയിനിങ്. അത് സംഭവിക്കുന്നുണ്ട്. അതോട് പ്രൊഡ്യൂസർ നോട്ട് ഇറ്റ്. ഫീസൊക്കെ മേടിച്ചിട്ടുള്ള ട്രെയിനിങ് ആണ്. പറഞ്ഞ പോലെ തന്നെയായി. ഞാൻ വന്നേ പറഞ്ഞ റിംഷത്ത് നോക്കിയും കണ്ട് ടീം ചൂസ് ചെയ്യണമെന്ന്. അന്ന് റിംഷ വിവേചനം ഞാൻ പഠിച്ചു. പക്ഷെ എന്തായാലും എനിക്ക് അഭിനന്ദന് ആ പറഞ്ഞു കൊടുത്ത പെർഫോമൻസും കോൺഫിഡൻസ് ലെവലും പകർന്നു കൊടുത്തതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ മാറ്റങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വരുന്ന പെർഫോമൻസസും ഇതുപോലെയുള്ള മാറ്റങ്ങൾ സംഭവിക്കട്ടെ. പിന്നെ ഈ പാട്ട് ആ സിനിമ ഇറങ്ങിയ സമയം ഏറ്റവും ഹിറ്റായിട്ടുള്ളൊരു പാട്ടായിരുന്നത്. അത് അത്രയും ആ ഒരു എന്താ പറയുക, ആ ഒരു ഹിറ്റും ആ ഒരു ഭംഗിയോടുകൂടി തന്നെ പാട്ട് ഇപ്പോഴും പാടി നമുക്ക് ആ ഒരു ഫീല് തന്ന അഭിനന്ദന് ഒരുപാട് സന്തോഷം. ഇനി അമ്മൂന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. അഭിനന്ദ്, എനിക്ക് വിവേകേട്ടൻ പറഞ്ഞ ഒരു പോയിന്റ് ഭയങ്കര വാല്യുവേബിൾ തോന്നി. ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. കാരണം വന്ന സമയത്തുള്ള അഭിനന്ദേ അല്ല ഇപ്പോൾ. ഭയങ്കര ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിന് വലിയൊരു കയ്യടി. കീപ് ഇറ്റ് അപ്പ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഈ ഒരു സ്മാർട്ട്നെസ്സും ഈ ഒരു കോൺഫിഡൻസും ഓരോ ലെവൽ കഴിയുമ്പോഴും മേലോട്ട് പോകണം. ഓക്കെ, പാടിയത് എനിക്ക് ഒബ്വിയസ്ലി നല്ല ഇഷ്ടമായി. നന്നായിട്ട് തന്നെ പാടി ആസ് യൂഷ്വൽ. ഓക്കെ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അഭിനന്ദ്, വളരെ നല്ല കമന്റ്സ് ആണ് കിട്ടിയത്. ഹാപ്പി ആണോ? ഓക്കെ, അപ്പൊ ഇനിയുള്ള പെർഫോമൻസും അടിപൊളിയാക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.